ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുമ്പോൾ തീർച്ചയായും പോലീസിനേക്കാളും പ്രോസിക്യൂഷനേക്കാളും ഈ കുറ്റകൃത്യം തെളിയിച്ചതിന് കയ്യടി കൊടുക്കേണ്ടത് ഷാരോൺ രാജിന്റെ സഹോദരൻ ഷിമോൺ രാജ് എന്ന ആയുർവേദ ഡോക്ടർക്കാണ്. വാസ്തവത്തിൽ തന്റെ സഹോദരന്റെ ജീവൻ രക്ഷിക്കാൻ ആദ്യം മുതൽ കഠിന പ്രയത്നം നടത്തിയ ആളാണ് ഷിമോൺ രാജ്. കാരണം ഷിമോൺ രാജ് ഒരു ആയുർവേദ ഡോക്ടർ കൂടിയായതുകൊണ്ട് തന്റെ സഹോദരൻ കഴിച്ചിരിക്കുന്നത് വിഷമാണെന്ന് ആദ്യമേ സംശയം തോന്നി. എന്ത് കഴിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കാതെ ചികിത്സ സാധ്യമല്ല. ആശുപത്രികളിൽ പരിശോധനകൾ നടത്തിയപ്പോഴൊന്നും യഥാർത്ഥത്തിൽ ഉള്ളിൽ ചെന്നതെന്തെന്ന് കണ്ടെത്തിയില്ല. മാത്രമല്ല ഷാരോൺ രാജ് ഒരിക്കൽ പോലും തന്റെ കാമുകിയെ കുഴപ്പത്തിലാക്കാതിരിക്കാൻ വേണ്ടി സംഭവിച്ചത് വ്യക്തമായി പറഞ്ഞുമില്ല. ഗ്രീഷ്മയെ സംശയിച്ചിരുന്നെങ്കിൽ, ഗ്രീഷ്മയെ തള്ളിപ്പറയാൻ തയ്യാറായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഗ്രീഷ്മയിലേക്ക് അന്വേഷണം എത്തിയാൽ എന്താ കുഴപ്പം എന്ന് കരുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ സത്യം പറയുകയും ജീവൻ രക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു. പക്ഷേ ഷാരോൺ ബോധപൂർവം മറച്ചുവെച്ചു. ഷിമോൺ രാജ് പക്ഷേ അത് വൈദഗ്ധ്യപൂർവ്വം കണ്ടെത്തി. ഷാരോൺ രാജിന്റെ സഹോദരൻ ഷിമോൺ രാജും ഗ്രീഷ്മയും തമ്മിലുള്ള ഒരു സംഭാഷണമുണ്ട്. ഈ കേസ് അന്വേഷണത്തിന്റെ തുടക്കത്തിൽ കുടുംബം ഞങ്ങൾക്ക് കൈമാറിയപ്പോൾ മറുനാടൻ അത് പുറത്തുവിട്ടിരുന്നു. അതിപ്പോൾ കൂടുതൽ പ്രസക്തമാവുന്നു. എത്ര വിദഗ്ധമായാണ് ഷിമോൺ രാജ് തന്റെ സഹോദരന്റെ ഘാതകിയെ തിരിച്ചറിഞ്ഞത് എന്ന ഈ സംഭാഷണം വ്യക്തമാക്കുന്നുണ്ട്. ഗ്രീഷ്മയെ പ്രകോപിപ്പിക്കാതെ, എന്നാൽ ഗ്രീഷ്മയുടെ മനസ്സിലിരിക്കുന്ന കാര്യങ്ങൾ പതിയെ പതിയെ ചോദിച്ചറിയാൻ ഷിമോൺ രാജ് വളരെ കൃത്യമായ ഇടപെടൽ നടത്തി. അതേസമയം കൃത്യമായി ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം മുട്ടിക്കാൻ മറന്നുമില്ല.